ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില മിനിറ്റുകൾ മാറ്റിവെക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗൂഗിൾ മീറ്റിലും മറ്റു പ്ലാറ്റ്ഫോമുകളിലും ഈ റെക്കോർഡഡ് വീഡിയോ അതിനുശേഷം യൂട്യൂബിലുമൊക്കെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ പിന്നെയും ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ്യ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ 1-ാം അധ്യായം പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇന്നോട്ട് നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെയും വളരെ ദൈവകൃപയോടും കൂടെ പിന്നെയും നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കാം. ഇന്ന് രാത്രി നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. അപ്പം 1-ാം അധ്യായം നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചു. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ അധ്യായങ്ങളും വാക്യങ്ങളും എന്നൊക്കെ പറയുന്നത് പിൽക്കാലത്ത് ബൈബിളിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണിത്. വാസ്തവത്തിൽ ഈ എഴുത്തുകാരും ബൈബിൾ എഴുതിയ എഴുത്തുകാരും ഇപ്പം എഫേസ്യ ലേഖനം എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളുണ്ട്, പത്രോസിൻ്റെ ലേഖനങ്ങളുണ്ട്, യാക്കോബിൻ്റെ ലേഖനമുണ്ട്, വെളിപ്പാട് പുസ്തകം. നമ്മുടെ ഈ ബൈബിളിലുള്ള ഒരു പുസ്തകങ്ങൾ പോലും എഴുത്തുകാർ അധ്യായങ്ങളായിട്ടോ വാക്യങ്ങളായിട്ടോ തിരിച്ചല്ല എഴുതിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർ തുടർച്ചയായിട്ടിങ്ങ് എഴുതി പോവുകയാണ് ചെയ്തത്. പിന്നെ ഈ ബൈബിള് വാസ്തവത്തിൽ അധ്യായങ്ങളായിട്ട് തിരിച്ചത് AD 13-ാം നൂറ്റാണ്ടിൽ ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ ലാങ്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ബൈബിൾ അധ്യായങ്ങളായിട്ട് തിരിച്ചത്. അപ്പം 13-ാം നൂറ്റാണ്ടിൽ, അതായത് ബൈബിൾ എഴുതപ്പെട്ടതിന് ശേഷം ഏകദേശം 1200ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ബൈബിൾ എന്ത് ചെയ്തത്? അധ്യായങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ബൈബിൾ പഠിക്കുമ്പോൾ ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും നമ്മളെ വേർതിരിക്കാനായിട്ട് പാടില്ല. എന്ന് വെച്ചാൽ എന്തിനാണിത് തിരിച്ചത് എന്ന് ചോദിച്ചാൽ ബൈബിൾ പഠിക്കാനുള്ള സൗകര്യത്തിന് തന്നെയാണ്. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഒരു കൊട്ടേഷൻ, ഒരു റെഫറൻസ് പറയണമെന്നുണ്ടെങ്കിൽ അത് പറയാനും അതെടുക്കാനും അത് നോക്കാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ട് തിരിച്ചത്. പക്ഷേ ഇതിൻ്റെ എഴുത്തുകാർ ഒറിജിനലി എഴുതിയപ്പോൾ ഈ അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ടൊന്നും തിരിച്ചല്ലായിരുന്നു ഇവർ എഴുതിയത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഈ ബൈബിൾ വായിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-ാം അധ്യായം കഴിഞ്ഞു, അപ്പോൾ ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തോ ഒരു പുതിയ കാര്യം, 1-ാം അധ്യായവുമായിട്ട് ബന്ധമൊന്നുമില്ലാതെ എന്തോ ഒരു പുതിയ കാര്യം എന്നുള്ള രീതിക്കാണ് നമ്മൾ 2-ാം അധ്യായം നോക്കുക. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വിഭജനം ബൈബിളിനകത്ത് നമ്മൾ പഠനത്തിൽ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പം വാസ്തവത്തിൽ 1-ാം അധ്യായത്തിൻ്റെ തുടർച്ച തന്നെയാണ് 2-ാം അധ്യായം എന്ന് പറഞ്ഞ് എഴുതി വന്നിരിക്കുന്നതും. അപ്പം ആ രീതിക്ക് അത് കണക്ട് ചെയ്ത് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്
ബൈബിൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അധ്യായങ്ങളും വാക്യങ്ങളുമൊക്കെ മറ്റ് പുറകിലുള്ളതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഒരിക്കലും അത് മറക്കരുത്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് 1-ാം അധ്യായത്തിൽ താൻ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. എന്താണ് 1-ാം അധ്യായത്തിൽ അവസാനം നമ്മൾ ചിന്തിച്ചത്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, പ്രവർത്തനനിരതമായിരിക്കുന്ന ദൈവശക്തിയുടെ ആ വലിപ്പത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചതിന് ശേഷം ആ ദൈവശക്തി യേശുവിൽ പ്രവർത്തിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് അപ്പോസ്തലൻ അവിടെ ചർച്ച ചെയ്തു. അതാണ് നമ്മൾ അതിൻ്റെ അവസാന വാക്യങ്ങളിൽ കണ്ടത്. ദൈവം യേശുവിനെ ഉയർപ്പിച്ചു, ദൈവം യേശുവിനെ ആ സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്തിരുത്തി, എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കുമൊക്കെ മേലെ അവനെ ഉയർത്തി, സഭയുടെ ശിരസ്സായിട്ട് അവനെ സഭയ്ക്ക് കൊടുത്തു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം അത് അവിടെ പറഞ്ഞു. എന്നിട്ട് 2-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ അതിന് ശേഷം, ഞാൻ 2-ാം അധ്യായം എന്ന് പറയില്ല, അതിന് ശേഷം അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത് ആ ദൈവശക്തി നമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ യേശുവിൽ പ്രവർത്തിച്ച 4 കാര്യങ്ങൾ താൻ 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞതിന് ശേഷം തുടർന്ന് താൻ പറയുകയാണ്, ആ ദൈവശക്തി നമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത്. അപ്പം നമ്മളതിൻ്റെ ഇടയ്ക്ക് 1-ാം അധ്യായം പഠിച്ചപ്പോൾ തന്നെ ഈ ദൈവശക്തി നമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ ദൈവപ്രവൃത്തി എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ആ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഇവിടെ ദൈവം പ്രസൻറ്റൻസിൽ, ഈ വർത്തമാനകാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം യേശുവിൽ ആ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചപ്പോൾ 4 കാര്യങ്ങൾ അവിടെ ചെയ്തെങ്കിൽ, ഈ വർത്തമാനകാലത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് തുടർന്ന് അപ്പോസ്തലൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വേണം നമ്മൾ മുൻപോട്ടേക്ക് ഈ 2-ാം അധ്യായം നമ്മൾ ചിന്തിക്കാനായിട്ട്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ വായിക്കുകയാണ്. അതിൻ്റെ 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഞാൻ വായിച്ചതാണ്, ഒരിക്കൽ കൂടെ വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. ഇതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? നമ്മുടെ ഈ ദൈവശക്തി, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തന നിരതമായിരിക്കുന്ന ആ ദൈവശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നതിന് മുൻപ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഈ 3 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ആ അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ ദൈവത്തിൻ്റെ ആ ശക്തി നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നതിന് മുൻപ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുക. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇതാണ്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ ഇവിടെ ആ 1-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിലൊക്കെ ആ വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ അവൻ ഉയർപ്പിച്ചു എന്ന് പറയുന്ന ആ ഭാഗം, ആ പ്രസ്താവന ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റാലിക്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിന് ഇറ്റാലിക്സ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ ചെരിച്ച് എഴുതുന്ന, പ്രിൻ്റ് ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്നത് ഇറ്റാലിക്സ് എന്നാണ് പറയുക. അപ്പോൾ അവൻ ഉയർപ്പിച്ചു എന്ന് പറയുന്ന ആ ഭാഗം, ആ പ്രസ്താവന ഇംഗ്ലീഷ് ബൈബിളിൽ അത് ചെരിച്ച് ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ആ 1-ാം വാക്യത്തിൽ ആ പ്രസ്താവന അവിടെ ഇല്ല. പിന്നെ
അവിടെ ആശയം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ടാണത് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്, ചെരിച്ചു എഴുതിയിരിക്കുന്നത്. അത് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു കൂട്ടിച്ചേർത്തതാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതങ്ങനെ ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ടായിരുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിനു വേണ്ടിയാണത് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബൈബിള് തിരുത്തപ്പെട്ടു എന്നൊന്നും നിങ്ങൾ അർത്ഥമാക്കേണ്ട ആവശ്യമില്ല. അവിടെ കൂട്ടിച്ചേർത്തെങ്കിൽ അത് കൂട്ടിച്ചേർത്തു എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇറ്റാലിക്സിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ എന്ന് മാത്രമേ അവിടെ ഉള്ളൂ, ഒന്നാം വാക്യത്തിലുള്ളൂ. അപ്പം അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്യന്ത ശക്തി, ആ വലിയ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മൾ മരിച്ചവരായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആരായിരുന്നു? മരിച്ചവരായിരുന്നു. എങ്ങനെ? അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവർ ആയിരുന്നു. നോക്കിക്കേ, നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിച്ചപ്പോൾ, ശരിക്കും കുറച്ചുകൂടെ ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ നമ്മൾ ഉരുവായപ്പോൾ മുതൽ നമുക്ക് ജീവനുണ്ട്. ആ ജീവനെന്ന് പറയുന്നത് അത് ഭൗതിക ജീവനാണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ ലൈഫ്, ഭൗതിക ജീവനാണ്. അപ്പം ആ നിലയിൽ നോക്കുമ്പോൾ നമ്മൾ ആരല്ലായിരുന്നു? മരിച്ചവർ അല്ലായിരുന്നു. ഇന്നും നമ്മൾ മരിച്ചിട്ടില്ല. കാരണം ആ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ നമുക്ക് ലഭിച്ച ആ ഭൗതിക ജീവൻ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് കേൾക്കാനും പറ്റുന്നത്. ആ ജീവൻ, ആ ഭൗതിക ജീവൻ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജീവൻ അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല. സോ ഞാൻ പറഞ്ഞത്, ആ ഭൗതിക ജീവൻ അന്ന് തുടങ്ങി ഇന്നും അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ ആരല്ല? മരിച്ചവർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്താണ് മരിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം? ഇതേ പ്രയോഗം തന്നെ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും അപ്പോസ്തലൻ ആവർത്തിക്കുന്നുണ്ട്. എന്താണ്? അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ, അല്ലേ? അവിടെയും പറയുന്നത് അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. 1-ാം വാക്യത്തിൽ പറഞ്ഞു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്ന് പറഞ്ഞു. 5-ാം വാക്യത്തിൽ പറഞ്ഞു അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ. സോ വി വർ ഡെഡ്. നമ്മൾ മരിച്ചവരായിരുന്നു. മരിച്ചവരായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആരല്ല? മരിച്ചവർ അല്ല, മരിച്ചവർ ആയിരുന്നു. എപ്പോൾ? ദൈവത്തിൻ്റെ ആ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നതിന് മുൻപേ നമ്മൾ ആരായിരുന്നു? മരിച്ചവർ ആയിരുന്നു. അപ്പം ആ മരിച്ചവർ ആയിരുന്നു എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഫേസ് ലേഖനം തന്നെ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ, എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 18ഉം 19ഉം, മലയാളത്തിൽ 18ഉം 19ഉം, എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18ഉം 19ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. അവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് ജാതികൾ, അതായത് ജെൻറ്റൈൽസ്, കർത്താവിനെ അറിയാത്തവർ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നു എന്നൊക്കെ അവരപ്പത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുക, അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ. അപ്പോൾ നോക്കിക്കേ, 18-ാം വാക്യത്തിൽ 3 കാരണങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ അവിടെ വരുമ്പം ഡിസ്കസ് ചെയ്യും. 19-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ ഈ 3 കാരണങ്ങളാൽ എന്താണ്? അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ജീവനിൽ നിന്നവർ അകന്നുപോയി. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയി. അപ്പം
ഫിസിക്കൽ ലൈഫ് ഉണ്ടെങ്കിലും, ഭൗതിക ജീവൻ ഉണ്ടെങ്കിലും, ദൈവിക ജീവനിൽ നിന്ന് അവരെന്ത് ചെയ്തു? അകന്നുപോയി. അതാണ് മരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൗതികമായിട്ട് മരിച്ചു എന്നല്ല. നമുക്ക് ആ ഭൗതിക ജീവൻ ഉണ്ട്, പക്ഷെ അപ്പോൾ തന്നെ ദൈവിക ജീവനിൽ നിന്ന് നാം അകന്നുപോയി. കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നാം അകന്നുപോയി. ദൈവത്തിൽ നിന്ന് നാം അകന്നുപോയി. അതാ പ്രശ്നം ഉണ്ടായത്. നോക്കിക്കേ, ദൈവിക ജീവൻ എന്ന് പറയുന്നത് അത് ദൈവവുമായിട്ടുള്ള കണക്ഷൻ മുഖാന്തരം, ദൈവവുമായിട്ടുള്ള ബന്ധം മുഖാന്തരം ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്നതാണ് എന്ത്? ദൈവിക ജീവൻ എന്ന് പറയുന്നത്. അതാണ് നിത്യജീവൻ എന്നൊക്കെ പറയുന്നത്, ദൈവിക ജീവൻ. പക്ഷേ അതിക്രമങ്ങളാലും പാപങ്ങളാലും ആ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോൾ, അല്ലേ, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ ജീവനിൽ നിന്ന് നാം എന്ത് ചെയ്തു? അകന്നു. ആ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മളവിടെ വായിക്കുകയാണ്. എന്താണ്? യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്. യെശയ്യാ പ്രവചനം അതിൻ്റെ ഒരു മിനിറ്റ്, ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. സോറി, ഞാൻ യെശയ്യാ പ്രവചനം യിരെമ്യാ പ്രവചനത്തിലാണ് തരുന്നത്. സോറി. യെശയ്യാപ്രവചനത്തിലൊരു വാക്യമുണ്ട്. ഞാൻ കറക്റ്റ് ആ വാക്യത്തിൻ്റെ റെഫറൻസ് എൻ്റെ മനസ്സിനകത്ത് നിന്ന് പോയി. അവിടെ എങ്ങനെയാണ് പറയുന്നത്? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായിട്ടുമില്ല. എന്നിട്ട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ അകൃത്യങ്ങളത്ര 59:1-2. യെശയ്യാ പ്രവചനം 59:1-2 അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ പാപം മുഖാന്തരം, അതിക്രമങ്ങളും പാപങ്ങളും മുഖാന്തരം നാമും ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ആ ദൈവിക ജീവനും നമുക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ദൈവിക ജീവനും നമുക്ക് നഷ്ടപ്പെട്ടു. അതാണ് ഇവിടെ പറഞ്ഞത്, നാം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ. അതാണ് അവിടെ മരിച്ചവർ എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മരിക്കാനായിട്ട് ആ 1-ാം വാക്യത്തിൽ 2 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 2 കാരണങ്ങൾ. 1 അതിക്രമങ്ങൾ, 2 പാപങ്ങൾ. അതിക്രമങ്ങൾ, പാപങ്ങൾ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് രണ്ടും വലിയ വ്യത്യാസമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ ആ 2 പദങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത്, അതിക്രമങ്ങളെന്നും പാപങ്ങളെന്നും. അപ്പം നമ്മുടെ മരണത്തിൻ്റെ കാരണം, നാം ദൈവിക ജീവനിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിലെ അതിക്രമങ്ങളും പാപങ്ങളുമാണ്. എന്താണ് ഈ 2 വാക്കുകളുടെ അർത്ഥം? അതിക്രമം എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രസ്പാസസ് എന്നാണ്. ട്രസ്പാസസ്. ഇപ്പം
എന്താണ് ഞാൻ ഈ പലപ്പോഴും ഞാൻ ഒത്തിരി യാത്ര ചെയ്യാറുള്ള ആളാണ്. ഇപ്പോൾ കുറച്ചായിട്ട് യാത്രയൊക്കെ കുറവാണ്. പണ്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പലപ്പോഴും ഞാൻ ഈ മിലിറ്ററി ക്യാമ്പുകളുടെയൊക്കെ അടുത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ എഴുതി വച്ചിട്ടുള്ളൊരു ബോർഡുണ്ട്, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ എന്താ ട്രസ്പാസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ എനിക്ക് പോകാവുന്ന ഒരു ലിമിറ്റുണ്ട്, എനിക്ക് പോകാവുന്ന ഒരു ലിമിറ്റുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്, ഒരതിരുണ്ട്. ആ അതിര് ഞാൻ ക്രോസ് ചെയ്താൽ, ആ അതിര് ഞാൻ അപ്പുറത്തേക്ക് കടന്നാൽ അതിൻ്റെ പേരാണ് ട്രസ്പാസ് ചെയ്യുക അല്ലെങ്കിൽ അതിക്രമിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെയും അതിക്രമം എന്ന് പറഞ്ഞിരിക്കുന്ന ആ അർത്ഥത്തിൽ തന്നെയാണ്. എന്താണ്? ദൈവം നമ്മെക്കുറിച്ച് നാം പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഡിറക്ഷനുണ്ട്, നാം പോകേണ്ട ഒരു ദിശയുണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഞാൻ പോകാനാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ദൈവം ഞാനും നിങ്ങളും പോകേണ്ട ഒരു പാത ഒരുക്കിയിട്ടുണ്ട്, ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതമെന്ന് പറയുന്നത്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് നാം പോകാൻ ആഗ്രഹിക്കുന്ന ആ പാതയിലൂടെ, ആ ദിശയിൽ നാം പോകാതിരിക്കുന്നതാണ് എന്ത്? അതിക്രമം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മൾ മുൻപോട്ടേക്ക് നമ്മുടേതായ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ദൈവം അവിടെ ഒരു ലിമിറ്റ് വയ്ക്കുക, പോകരുത്, ഇതിലേ നീ എന്ത് ചെയ്യരുത്? മുൻപോട്ട് പോകരുത്, ഇതിലേ നീ മുൻപോട്ട് പോകരുത് എന്ന് ദൈവം നമ്മുടെ മുമ്പിൽ ഒരു ലിമിറ്റ് വയ്ക്കുമ്പോൾ, ഒരു ബൗണ്ടറി വയ്ക്കുമ്പോൾ, ഒരു അതിര് വയ്ക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം ആ ഡയറക്ഷനിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്നാണ്. ദൈവം നമ്മെ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, ദൈവം നമ്മളോട് പോകരുത് എന്ന് പറഞ്ഞ് നമ്മളെ വിലക്കിയിരിക്കുന്ന ആ വഴിയിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ആ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുന്നു. അപ്പം ആ ഡയറക്ഷനിലൂടെ നമ്മൾ യാത്ര ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വി വിൽ ബി ഗോയിങ് എവേ ഫ്രം ഗോഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കും? അന്യപ്പെട്ട ദൂരത്തേക്കായിരിക്കും പോവുക. നോക്കൂ, ബൈബിൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരെ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് അയച്ചത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിനെന്നാണ് പറഞ്ഞത്. സോ ദൈവം നാം യാത്ര ചെയ്യാൻ, നാം മുൻപോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ സംസാരിച്ച വ്യക്തികളോടൊക്കെ കർത്താവ് പറഞ്ഞത്, ഫോളോ മീ, എൻ്റെ അടുത്തേക്ക് വരാനാണ് കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമിക്കാനാണ് കർത്താവ് പറഞ്ഞത്. പുതിയ നിയമം മൊത്തം നമ്മൾ പഠിക്കുമ്പോഴും അവിടെയെല്ലാം അവർ ഗോഡ് ഈസ് ആൻ ഇൻവൈറ്റിംഗ് ഗോഡ്. ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്, അല്ലേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവൻ, ഇൻവൈറ്റ് ചെയ്യാണ്. കർത്താവ് പറഞ്ഞ ചില ഉപമകളൊക്കെ ഉണ്ട്, കല്യാണ സദ്യയുടെ ഉപമയൊക്കെ. അവിടെയും നമ്മൾ വായിക്കുന്നത് ഗോഡ് ഈസ് ആൻ ഇൻവൈറ്റിംഗ് ഗോഡ്. ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്, കല്യാണ സദ്യയിലേക്ക് അവൻ നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് ഗോഡ്. ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് ചെല്ലുന്നത്. പക്ഷേ നാം പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡയറക്ഷൻ മാറിയിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ബൗണ്ടറികൾ ക്രോസ് ചെയ്ത് നമ്മൾ പിന്നെയും മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്.
അതാണ് അതിക്രമം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ദൈവം തൻ്റെ വചനത്തിലൂടെ നാം കടന്നു പോയിക്കൂടാത്ത വഴികളെക്കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം തൻ്റെ വചനത്തിൽ അവൻ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പഴയ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവമായിട്ട് നമുക്ക് ബന്ധമില്ലാതിരുന്നത്. നമ്മൾ സമൂഹം പറയുന്നത് കേട്ട്, ഫിലോസഫികൾ പറയുന്നത് കേട്ട്, സയൻസ് എന്ന് പറയുന്ന സാധനം പറയുന്നത് കേട്ട്, മറ്റു മനുഷ്യർ പറയുന്നത് കേട്ട്, നമ്മുടെ ബുദ്ധി പറയുന്നത് കേട്ട് നമ്മൾ എന്ത് ചെയ്തു? ദൈവം ഉദ്ദേശിച്ച വഴിയിലൂടെ പോകാതെ മറ്റു വഴികളിലൂടെ നമ്മൾ എന്ത് ചെയ്തു? യാത്ര ചെയ്തു. ദാറ്റ് ഈസ് ട്രസ്പാസ്. അതാണ് അതിക്രമം എന്ന് പറയുന്നത്. അപ്പം ആ അതിക്രമം നമ്മെ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് അകറ്റി, ദൈവിക ജീവനിൽ നിന്ന് നമ്മെ അകറ്റി. ആ അതിക്രമങ്ങളാൽ നമ്മൾ ആരായിത്തീർന്നു? മരിച്ചവരായിത്തീർന്നു. ഇനി രണ്ടാമത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് പാപങ്ങൾ എന്നുള്ള പദമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും, പാപം, സിൻ. എന്താ പ്രിയമുള്ളൊരു സിൻ അല്ലെങ്കിൽ പാപം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പാപം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ പാപം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്സിങ് ദ മാർക്ക, അതായത് ലക്ഷ്യം തെറ്റുന്നതിനാണ് എന്ത് പറയുക? പാപം എന്ന് പറയുക. ലക്ഷ്യം തെറ്റുക. അപ്പോൾ ദൈവം, നാം എത്തിച്ചേരാനായിട്ട് ദൈവം വച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തെറ്റി നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ബൈബിൾ അതിനെ വിളിക്കുന്നത് പാപം എന്നാണ് വിളിക്കുന്നത്. നോക്കിക്കേ, റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമുക്കൊക്കെ വളരെ പരിചയമുള്ള വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അപ്പോൾ അവിടെ പറഞ്ഞത് ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു, എന്നിട്ട് they come short of the glory of God. ദൈവ തേജസ്, ദൈവം വച്ചിരിക്കുന്ന ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിലെത്താതെ അതിൻ്റെ താഴെ വരെ വന്നു. അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. കം ഷോർട്ട്, അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അതാ പാപം. ദാറ്റ് ഈസ് ഇറ്റ്. അപ്പം ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ലക്ഷ്യം എന്താണ്? ദ ടാർഗറ്റ്. എന്താണ് നമ്മുടെ ടാർഗറ്റ്? ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അബ്സല്യൂട്ട്നെസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആ പൂർണ്ണത, അവൻ്റെ തേജസ്. അതാ അല്ലേ പത്രോസ് ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്ത് അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഇല്ലേ? സോ ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗാഡ്. ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന നിലവാരം അതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? അവിടെ എത്തിയോ? ഇല്ല. നമുക്കവിടെ എത്താനായിട്ട് കഴിഞ്ഞില്ല, കഴിയുകയുമില്ല. സോ ആ ദൈവം വച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡിൽ എത്താത്തത് കൊണ്ട് ദൈവം വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അബ്സല്യൂട്ട്നെസ്സിൽ, ദൈവത്തിൻ്റെ ആ ഗ്ലോറിയിൽ, ആ തേജസ്സിൽ, ആ വിശുദ്ധിയിൽ, ആ അബ്സല്യൂട്ട്നെസ്സിൽ എത്തുക എന്നുള്ളതാണ് ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ലക്ഷ്യം. പക്ഷെ നാം ആ ലക്ഷ്യത്തിലെത്താതെ അതിൻ്റെ താഴെ നിൽക്കുന്നത് കൊണ്ട് there is a gap between you and God, we and God. നമ്മളും ദൈവമായിട്ട് ഒരു ഗ്യാപ്പ് വന്നു. ദൈവിക ജീവനിൽ നിന്ന് നമ്മൾ അകന്നുപോയി.
ദൈവിക ജീവനിൽ നമ്മൾ അകന്നുപോയി. അപ്പം നമ്മുടെ മുൻകാലം നമ്മൾ നോക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ, വി വർ ഡെഡ്, നമ്മൾ മരിച്ചവരായിരുന്നു, ദൈവിക ജീവനിൽ നിന്ന് അകന്നു പോയവരായിരുന്നു. എന്തുകൊണ്ട്? അതിക്രമങ്ങളാലും പാപങ്ങളാലും. ഈ പലപ്പോഴും നമ്മളെ തന്നെ സ്വയം നീതീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ കക്കാനായിട്ട് പോകുന്നില്ല, മോട്ടിക്കാൻ പോകുന്നില്ല, ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നില്ല, ഞാൻ ആർക്കും ദോഷമൊന്നും ചെയ്യുന്നില്ല, എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്? നന്നായിട്ട് ജീവിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ നീതിമാനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റൈല് പലപ്പോഴും മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അത് നമ്മൾ വെച്ച സ്റ്റാൻഡേർഡ്. അത് ഏത്? എനിക്ക് കഴിവുള്ളിടത്തോളം ഞാനൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്, അത് നമ്മൾ വെച്ച സ്റ്റാൻഡേർഡാണ്. അത് അച്ചീവ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നീതിമാന്മാരാവുന്നില്ല. എന്തുകൊണ്ട്? ദൈവം വച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് അതിൻ്റെയൊക്കെ മുകളിലാണ്. ഇല്ലേ? നമ്മൾ നോക്കിക്കേ, കർത്താവ് പറഞ്ഞത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് വച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് നമുക്ക് അങ്ങനെ പറ്റാറുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു കർത്താവദാസൻ പ്രസംഗിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം ഞാൻ കടമെടുത്ത് പറയുക. നമ്മുടെ വീട്ടിൽ 2 ചക്ക ഉണ്ടായെന്ന് വെച്ചോ. അതിലൊരു ചക്ക നല്ല ചക്കയാണ്, കുറേ കാലം കാത്തിരുന്ന് നമുക്ക് കിട്ടാതെ അവസാനം 2 ചക്ക നമുക്ക് കിട്ടിയതാണ്. അതിൽ ഒരു ചക്ക നല്ല ചക്കയാണ്. ഒരു ചക്ക നോക്കിയപ്പം കുറച്ചൊന്ന് കേടുവന്ന് അതിന് ചെറിയ മധുരമൊക്കെ ഒന്ന് കുറവുണ്ട്. അപ്പം ഇതിനകത്ത് ഏത് ചക്കയായിരിക്കും നമ്മൾ അയൽവക്കത്ത് കൊടുക്കുക? തീർച്ചയായിട്ടും മധുരം കുറവുള്ള ചക്കയാണ് നമ്മൾ അയൽവക്കത്ത് കൊടുക്കുക, അല്ലേ? അത് നമ്മുടെ സ്വാഭാവിക പ്രകൃതിയാണ്. എന്നിട്ട് നമ്മളെന്ത് ചിന്തിക്കും? എനിക്ക് 2 ചക്ക കിട്ടിയെന്ന് ഞാൻ ഒരു ചക്ക എന്ത് ചെയ്തു? അയൽവക്കക്കാരനെ കൊടുത്തു, അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ലെന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണം അതല്ല, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതല്ല. അവിടെ എത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പം അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനത്തിൽ ദൈവം പറഞ്ഞത്, നിങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും ദൈവത്തിൻ്റെ മുമ്പിൽ കറപുരണ്ട തുണി പോലെ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ദൈവം ഒരു സാഡിസ്റ്റായതുകൊണ്ടല്ല മക്കളെ. പിന്നെന്താ? ദൈവം വച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് വരെ നീതിപ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്കാർക്കും പറ്റില്ല, ആർക്കും പറ്റിയിട്ടുമില്ല. അത് ഇനി ദൈവവചനം പഠിപ്പിക്കുന്ന എനിക്കും ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്കും നമുക്കാർക്കും പറ്റിയിട്ടില്ല, അത് പറ്റുകയുമില്ല. കാരണം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അവിടെയാണ്. ഞാനൊരു മനുഷ്യൻ, ഈ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് സ്വയമായിട്ട് ആ നിലവാരത്തിലെത്താനായിട്ട് എനിക്കൊരിക്കലും പറ്റില്ല. അതിനാണ് ഡിപ്രേവിറ്റി ഓഫ് മാൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് പറ്റില്ല. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, നിങ്ങൾ എത്ര ശ്രമിച്ച് നോക്കിക്കോ, ആ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ തത്വങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അനുസരിക്കാൻ സാധിച്ചാൽ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് ഈ പറഞ്ഞതിന് മാപ്പ് പറയാം. പറ്റില്ല. നമുക്കത് അനുസരിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സ് അതനുസരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമുക്കത് പുറത്ത് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ആ ശത്രുവിനോടുള്ള കയ്പ് കയറി വരുന്നുണ്ട്. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറയുമ്പോൾ പുറത്ത് നമ്മൾ അനുഗ്രഹിക്കുമെങ്കിലും ഒറ്റയ്ക്കിരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിനകത്ത് കയറി വരും. എന്ത്? അവൻ എന്നെ ശപിച്ചു, അവനോട് ദോഷം ചെയ്തു, ദൈവമേ നീ. ഇത് നമ്മൾ മനുഷ്യരായിരിക്കുന്നിടത്തോളം
വി കനോട്ട് അച്ചീവ് ദാറ്റ് സ്റ്റാൻഡേർഡ്. ആ നിലവാരം നമുക്ക് എത്തിച്ചേരാനായിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ ദൈവീക ജീവനിൽ നിന്ന് അകന്നുപോയവരായിരുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ആരുമാകട്ടെ, നമുക്കെല്ലാവർക്കും പറയാനായിട്ട് കഴിയുന്നത്, ഞാൻ ദൈവിക ജീവനിൽ നിന്ന് അകന്നുപോയവനാണ്. എങ്ങനെ? എൻ്റെ അതിക്രമങ്ങളാലും പാപങ്ങളാലും. എന്താണ്? ദൈവം വച്ച ആ ദിശയിൽ ഞാൻ യാത്ര ചെയ്യാതെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും മറ്റ് ചില ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മൾ താഴേക്ക് വരുന്നുണ്ട്, ആരുടെയൊക്കെ ഇഷ്ടങ്ങളാണ് നമ്മൾ അനുസരിച്ചെന്നുള്ളത്, അതിനൊക്കെ അനുസരിച്ച് യാത്ര ചെയ്തത് കൊണ്ട് ആ അതിക്രമങ്ങളാൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകലേക്കാണ് പോയത്. ദൈവത്തിൻ്റെ അടുത്തേക്കല്ല ഞാൻ പോയത്. ഞാൻ ദൈവത്തെ അന്വേഷിച്ച് പള്ളികളിലും തീർത്ഥാടന സ്ഥലങ്ങളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും പുണ്യസ്ഥലങ്ങളിലും പുണ്യനദികളിലും ഒക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ ഞാൻ കയറിയിറങ്ങുമ്പോഴും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ദൈവം വച്ച വഴി അതൊന്നുമല്ല മക്കളെ. അതാ പ്രശ്നം. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ ദൈവം വച്ച വഴി അതൊന്നും അല്ലായിരുന്നു. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചതൊക്കെ ചെയ്തപ്പോൾ മറക്കരുത്, നമ്മൾ അതിക്രമിക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2, പാപങ്ങൾ. ദൈവം വച്ച ഒരു സ്റ്റാൻഡേർഡ്, ഒരു നിലവാരം, ദൈവത്തിൻ്റെ അബ്സൊല്യൂട്ട്നെസ്സിൽ, ദൈവിക പൂർണ്ണതയിൽ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ദൈവം വച്ച സ്റ്റാൻഡേർഡ്, ദൈവം വച്ച നിലവാരം. അവിടെ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പലപ്പോഴും അവിടെ എത്തിച്ചേർന്നു എന്ന് നമ്മൾ വാക്കുകൊണ്ടും മുഖഭാവം കൊണ്ടുമൊക്കെ അഭിനയിച്ചപ്പോഴും നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് അതിൽ നിന്നൊക്കെ ദൂരെ പലപ്പോഴും പോയി. നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഒത്തിരി താഴെയായിരുന്നു എന്നുള്ളത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ 2 കാരണങ്ങളാൽ ദൈവീക ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരായിരുന്നു നമ്മൾ. ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ലായിരുന്നു. നാം ദൈവത്തെ തേടി അലയുമ്പോഴും, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും, പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഹല്ലേലൂയ പറയുമ്പോഴും, ആടുകയും ചാടുകയും നൃത്തം വയ്ക്കുകയും ചെയ്യുമ്പോഴും, അന്യഭാഷ പറയുമ്പോഴും, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും, പ്രസംഗിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒന്നും ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ലായിരുന്നു. എന്തേ കാരണം? അതിക്രമങ്ങളും പാപങ്ങളും. അതിക്രമങ്ങളും പാപങ്ങളും. അതായിരുന്നു നമ്മുടെ അവസ്ഥ. എന്നാൽ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഇറ്റാലിക്സിൽ ചേർത്തു എന്ന് പറഞ്ഞ ആ വാക്കുകൂടെ ഞാൻ ചേർക്കുകയാണ്. പക്ഷേ ദൈവം നമ്മെ ഉയർപ്പിച്ചു. ദൈവം നമ്മെ ഉയർപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ രോഗം മാറ്റിയത് കൊണ്ടല്ല, ദൈവം നമുക്ക് വീട് തന്നത് കൊണ്ടല്ല, ദൈവം നമുക്ക് ജോലി തന്നത് കൊണ്ടല്ല, ദൈവം നമുക്ക് പൈസ തന്നത് കൊണ്ടല്ല, ദൈവം നമ്മളെ എന്തോ വലിയ സ്ഥാനമാനങ്ങൾ തന്ന ദൈവം ഈ സമൂഹത്തിൻ്റെ നടുവിൽ നമ്മെ ഉയർത്തിയത് കൊണ്ടല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് മരിച്ച നമ്മെ ദൈവം ഉയർപ്പിച്ചത് കൊണ്ടാണ്. എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആ ദൈവത്തിൻ്റെ ശക്തി, യേശുവിൽ പ്രവർത്തിച്ച ആ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നതിന് മുൻപ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 1, വി വെർ ഡെഡ്, നമ്മൾ മരിച്ചവരായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന്, ദൈവിക ജീവനിൽ നിന്ന് അകന്നു പോയവരായിരുന്നു. എന്തുകൊണ്ട്? അതിക്രമങ്ങളാലും പാപങ്ങളാലും.
പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അത് മാത്രമാണ്. പക്ഷേ സുവിശേഷമെന്ന് പറയുന്നത് അതിന് നമുക്കൊരു പരിഹാരമുണ്ടെന്നുള്ളതാണ്. അത് യേശുവിലൂടെ മാത്രമാണ്, യേശുവിലൂടെ മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്നുള്ള ഒരൊറ്റ നാമമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മളിത് പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതാണ്. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഹങ്കരിക്കാനായിട്ട് നമുക്കില്ല. നാം നമ്മുടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അഹങ്കരിക്കാതെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.